വാർത്തയിലേക്ക്. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകാൻ ധാരണ. പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. അവസാനത്തെ ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്നും ധാരണയായി. ജംഷീർ കുടിഞ്ഞി വിവരങ്ങൾ നൽകാനുണ്ട്. ജംഷീർ, ഒടുവിലത്തെ തീരുമാനങ്ങൾ എന്താണ്? തിരുവാലിയിൽ ഇപ്പോൾ UDF തർക്കം ഒരുവിധം പരിഹരിച്ചിരിക്കുന്നുള്ളതാണ്. UDF-ന്റെ ജില്ലാ നേതൃത്വം അടക്കം ഇന്ന് വലിയ തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടത്തിയിരുന്നു. നേരത്തെ മുസ്ലിം ലീഗ് 4 സീറ്റ് ആണ് ഇവിടെ മുസ്ലിം ലീഗിലുള്ളത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒരു വർഷമെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് പരിഗണിക്കാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ലീഗ് വിട്ടിരുന്നു. ഈ ലീഗ് വിട്ടുന്നതോടെ കോൺഗ്രസിനും വിട്ടു നിൽക്കുന്നതായി വന്നു. കാരണം കോൺഗ്രസിന് 7 സീറ്റാണുള്ളത്, LDF-ന് 8 സീറ്റുണ്ട്. ഈ ഘട്ടത്തിൽ ഭരണം മാറാനുള്ള സാധ്യത കണക്കെടുത്ത് കോൺഗ്രസും വിട്ടുന്നു. അങ്ങനെ കോറം തികയാതെ ഇന്നലെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലൊരു ചർച്ച നടന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകും. അതോടൊപ്പം തന്നെ അവസാനത്തെ ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത് സംബന്ധിച്ച് അത് ചർച്ചകൾ നടത്തി പിന്നീട് പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെ നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതാണ്. ഈ പ്രസിഡന്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും നാളെയാണ് ഇനി അവിടെ തിരുവാലിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. ശരി, ജംഷീർ കുടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകി.